ഹലോ ഡിയർ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ വീഡിയോ ക്ലാസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മുടെ 10th ഫിസിക്സിലെ ഫസ്റ്റ് ചാപ്റ്റർ ഉണ്ട്. ആ ഫസ്റ്റ് ചാപ്റ്ററിൽ നമുക്ക് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് അഥവാ EM വേവ്സ് അല്ലെങ്കിൽ മലയാളത്തിൽ പറഞ്ഞാൽ വൈദ്യുത കാന്തിക തരംഗങ്ങളെ കുറിച്ച് പഠിക്കാനുണ്ട് അല്ലേ. ഏതൊക്കെയാണ് EM വേവ്സ് എന്നുള്ളത് നമുക്കത് വളരെ ഈസി ആയിട്ടൊന്ന് പഠിച്ചാലോ, ഒരു കോഡിലൂടെ ഈസി ആയിട്ടൊന്ന് പഠിച്ചാലോ. അപ്പൊ മക്കൾ ശ്രദ്ധിക്കണം, എന്താണ് നമ്മുടെ കോഡ് നോക്ക്. രശ്മിക മന്ദാന ഈസ് വെരി യൂസ്ഫുൾ എക്സ് ഗേൾ ഫ്രണ്ട്. ഈ ഒരു വാക്ക് പഠിച്ചാൽ, ഈ ഒരു കോഡ് പഠിച്ചാൽ നിങ്ങൾക്ക് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിന്റെ പേരുകൾ നിങ്ങൾക്ക് ഓർത്തു വെക്കാൻ പറ്റും. ഓക്കെ അല്ലേ? അപ്പൊ നമുക്കിതൊന്ന് ഡീകോഡ് ചെയ്താലോ. നോക്ക്, ഫസ്റ്റ് വണ് രശ്മിക. രശ്മിക എന്നുള്ളതിലെ 6 ഉണ്ടല്ലോ, രശ്മികയിലെ 6. ഈ 6 എന്താണ്? റേഡിയോ വേവ്സ് ആണ് കേട്ടോ. 6 എന്ന് പറഞ്ഞാൽ എന്താണ്? റേഡിയോ വേവ്സ്. റെഡി. രണ്ടാമത്തെ വാക്ക് എന്താണ്? മന്ദാന. മന്ദാനയിലെ M എന്താ വരിക? മൈക്രോ വേവ്സ് കേട്ടോ. എന്താണ്? മൈക്രോ വേവ്സ്. ഈസ്. ഈസിലെ I എന്താ വരിക? ഈസിലെ I എന്ന് പറയുന്നത് എന്താണ്? ഇൻഫ്രാറെഡ് ആണ്. എന്താ വരിക? ഇൻഫ്രാറെഡ്. വെരി. വെരിയിലെ V എന്താ വരിക? വിസിബിൾ ലൈറ്റ്. വെരിയിലെ V എന്താ വരിക? വിസിബിൾ ലൈറ്റ്. യൂസ്ഫുൾ എന്നുള്ള വാക്കിലെ U എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അൾട്രാ വയലറ്റ് റേസ്. ഓക്കെ, UV റേസ് എന്ന് പറയുന്ന അൾട്രാ വയലറ്റ് റേസ്. റെഡി. അടുത്ത വാക്ക് എന്താണ്? എക്സ് ആണ് അല്ലെ. എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വരിക? എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എക്സ്റേ ആണ്. ഗേൾ ഫ്രണ്ടിലെ G എന്താ വരുന്നുണ്ടാവുക? ഗാമ റേ ആയിരിക്കും ഉണ്ടാവുക. റെഡി. അപ്പൊ ഈ ഒരു കോഡിലൂടെ നമുക്ക് എന്ത് ചെയ്യാം? എല്ലാ EM വേവ്സിന്റെ പേര് നമുക്ക് ഓർത്തു വെക്കാൻ പറ്റും. ഒന്നുകൂടെ പറയാണ്, എന്താണ് നമ്മുടെ കോഡുള്ളത്? രശ്മിക മന്ദാന ഈസ് വെരി യൂസ്ഫുൾ എക്സ് ഗേൾ ഫ്രണ്ട്. ഓക്കെ, രശ്മികയിലെ 6 എന്താണ്? റേഡിയോ വേവ്സ്. മന്ദാനയിലെ M എന്താണ്? മൈക്രോവേവ്സ്. ഈസിലെ I എന്താണ്? ഇൻഫ്രാറെഡ്. വെരിയിലെ V എന്താണ്? വിസിബിൾ ലൈറ്റ്. യൂസ്ഫുള്ളിലെ U എന്താണ്? UV റേസ്. എക്സ് എന്ന് പറഞ്ഞാൽ എക്സ്റേ. ഗേൾ ഫ്രണ്ടിലെ G എന്താണ്? ഗാമ റേ. റെഡി അല്ലേ? അപ്പൊ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോസ് എന്ത് ചെയ്യുക? നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പൊ മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.